ഹായ് ഗൈസ്, എല്ലാവർക്കും എയർ ജോണിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിൻസ് ആൻഡ് ഫാമിലി ജനപ്രിയ നായകൻ ദിലീപിന്റെ പുതിയ സിനിമ ഞാൻ കണ്ടു ഗൈസ്. ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ഒരു വല്യേട്ടൻ കൈൻഡ് ഓഫ്, വല്യേട്ടനല്ല വാത്സല്യം കൈൻഡ് ഓഫ് സാധനം. വല്യേട്ടൻ ആ സാധനം അല്ല കേട്ടോ, ഞാനൊരു ഫാമിലി ഇമോഷണൽ സാധനം. കുടുംബത്തിൻ്റെ മൊത്തം പ്രാരാബ്ദവും തലയിൽ ചുമക്കുന്ന ഒരു 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 യുവാവ് ഓക്കെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫീലാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് അത്തരത്തിലുള്ളൊരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെയാണ് ഞാൻ തിയേറ്ററിലേക്കും പോയത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യം, ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ കാർഡ് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ നായകൻ നടന്മാരൊക്കെ തലപതി തുടങ്ങി വെച്ചതാണ്. അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സൊക്കെ പഴയ ചെയ്ത ക്യാരക്ടേഴ്സിൻ്റെ ഫേസൊക്കെ ഇങ്ങനെ വന്ന് മാസ് BGM ഒക്കെ ചേർത്തുള്ള ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് ഒരു വെറൈറ്റി പിടിച്ച് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു സിനിമയിലെ ദിലീപിൻ്റെ ടൈറ്റിൽ കാർഡിൽ പിടിച്ചിരിക്കുന്നത്. അത് എനിക്ക് നല്ല രീതിയിൽ നൈസായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ദിലീപ് എന്ന ആക്ടറിൻ്റെ കംബാക്ക് ഓക്കെ, ജനപ്രിയ നായകനോ മറ്റേ സ്റ്റാർ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ആക്ടർ ദിലീപിൻ്റെ ഒരു കീടിലൻ കംബാക്ക് ആണ് ഇതെന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ക്യാരക്ടർ ദിലീപിന് അത്രമാത്രം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല, പക്ഷേ ഈ അടുത്ത് ചെയ്തതിൽ വച്ച് ഏറ്റവും നീറ്റ് ആൻഡ് കൺട്രോൾഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ. ഈ അടുത്ത് കുറേ സിനിമകളിലായിട്ട് പഴയ ആ ഒരു ജനപ്രിയ നായകനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ദിലീപിനെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു പഴയ കൺട്രോൾഡ് ആക്ടിങ്ങിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് പുള്ളി വീണ പോലെ ഒരു ഫീല് തരുന്ന ഒരു സിനിമ, അതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. ദിലീപ് എന്ന ആക്ടറുടെ ആ ഒരു കൺട്രോൾഡ് ആക്ടിങ്, പുള്ളി ആ പഴയ എന്താ പറയുക ചളി കോമഡീസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം ഈ ഒരു സിനിമയിൽ ഒരുപാട് കോമഡീസ് ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ചിരി വന്ന കോമഡീസ് ഉണ്ടെങ്കിലും അത്തരത്തിൽ ആ ഒരു ചളി ടൈപ്പ് ഓഫ് കോമഡി ഇമിറ്റേറ്റ് ചെയ്യുക, പണ്ടത്തെ ആ കോമഡീസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സാധനമൊന്നും ഈ ഒരു സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ നല്ല ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു രീതിയിൽ, ഒരു എത്തുംപിടിയില്ലാത്ത രീതിയിൽ, അതായത് ഒരു അഴിച്ചുവിട്ട വട്ടം പോലെയാണ് സിനിമ ആദ്യമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. എങ്ങോട്ടാണ് ഇത് പോകാൻ പോണത്, ഇനി അവസാനം കൊണ്ടുപോയി ചളമാക്കുമോ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും സിനിമയ്ക്ക് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. അവിടെ നിന്ന് കഥ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസാനം ഇപ്പം ഈ ഒരു ജനറേഷന് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നൽകിക്കൊണ്ട് ഈ ഒരു സിനിമ അവസാനിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാരിസ് മുഹമ്മദ് എന്ന റൈറ്റർ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ എഴുതിയിരിക്കുന്നതെന്ന് വേണം പറയാനായിട്ട്. ഇതിനു മുമ്പുള്ള സിനിമ മലയാളി ഫ്രം ഇന്ത്യയിൽ ഓവർ നന്മയും ഓവർ മെസ്സേജ് കൊടുക്കലൊക്കെയാണ് പാളിപ്പോയത്. ആ ഒരു സിനിമ പാളിപ്പോകാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണം ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും കൊടുക്കേണ്ട മെസ്സേജ് കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര ക്രിഞ്ച് ഫീലിങ്ങോ ഓവർ നന്മയോ ഓവർ മെസ്സേജോ ഒന്നും തോന്നിയില്ല. കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് തന്നെ പോകുന്ന തരത്തിലാണ് ഇതിനകത്ത് മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള ഒരു സംഭവമാണ് മെസ്സേജ് എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അത് കൊള്ളാം, വർക്കൗട്ട് ആയിട്ടുണ്ട് സാധനം. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ, ഫാമിലിക്ക് പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള എല്ലാ ചേരുവകളും, പ്രത്യേകിച്ച് കോമഡീസ് ആയാലും ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം പക്കയായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ പഴയ ഞങ്ങൾ സന്തുഷ്ടരാണ് സിനിമയില്ലേ, ആ സിനിമയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ചില ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അത് കോപ്പി അടിച്ച് വെച്ചൊന്നും അല്ല കേട്ടോ പറയുന്നത്. എന്നുവെച്ചാൽ അതേപോലെ അതേ ഒരു ടൈപ്പ് ഓഫ് ഫാമിലി എൻ്റർടൈനർ എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ളൊരു ഫാമിലി പക്ക ഒരു ഫാമിലി എൻ്റർടൈനറാണ് സിനിമ. ഫാമിലിക്ക് പോയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാവുന്ന എല്ലാ ചേരുവകളും, ദിലീപ് ചേരുവകൾ ഉൾപ്പെടെ ഉള്ള ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ ദിലീപിനെ കൂടാതെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, സിദ്ദിഖ്, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലെ ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്ന ആക്ട്രസ് പുള്ളിക്കാരി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് എവിടെയെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ട്രോൾ മെറ്റീരിയൽ ആവേണ്ട റോളിനെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇമോഷണൽ സീനായാലും കുറച്ച് അരപ്പിരി ലൂസായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കൈവിട്ട് പോകും. പക്ഷേ അതിനൊക്കെ നല്ല കൺട്രോൾഡ് ആയിട്ട് ചെയ്യാനായിട്ട് ആ ഒരു ആക്ട്രസിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ബിന്ദു പണിക്കറുടെ ക്യാരക്ടർ ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മഞ്ജു പിള്ളയുടെ ക്യാരക്ടറും നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതേപോലെ ചെറിയ ഒരു ഗസ്റ്റ് റോൾ ചെയ്യാൻ വന്ന ഉർവശി ചേച്ചി പോലും ആ ഒരു ക്യാരക്ടറിനെ അത്രമാത്രം പവർഫുൾ ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. നല്ല രീതിയിൽ കൈയടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഉർവശി ചേച്ചിയുടെ ഈ ഒരു സിനിമയിലുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്നെല്ലാം കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ളത്. ആരും അങ്ങനെ വെറുപ്പിച്ചതായിട്ടോ ഒന്നും തോന്നിക്കാത്ത രീതിയിൽ പക്ക ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എല്ലാവരുടെ ഭാഗത്തും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പക്ക ഡീസൻ്റ് ആയിട്ടുള്ള വൻ സംഭവം ഒന്നുമല്ല കേട്ടോ, വൻ സംഭവമായിട്ടുള്ള ഒരു തിരക്കഥയൊന്നും ആരും പ്രതീക്ഷിച്ച് പോകരുത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന രീതിയിലുള്ള ക്രിഞ്ചും സാധനങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ക്രിഞ്ച് അടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പെർഫോമൻസിന്റെ ബേസിസിൽ, ഇവ ഈ പറയുന്ന ദിലീപിന്റെ ആയാലും പെർഫോമൻസിന്റെ ബേസിൽ അതൊക്കെ അങ്ങോട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഫാമിലി ആയിട്ട് പോയി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി എൻ്റർടൈനർ, നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റുന്ന കുറേ സീൻസൊക്കെ ഈ ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലായാലും
നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫിൽ ഈ ഒരു കഥ എങ്ങോട്ടാണ് പോകുന്നത് എന്ന രീതിയിൽ ചിന്തിച്ചിരിക്കുമ്പോൾ പോലും ഉണ്ടാവുന്ന കുറേ കോമഡി നമ്പേഴ്സൊക്കെ ഉണ്ട്. ജോണി ആൻ്റണിയും ദിലീപും തമ്മിലുള്ളതായാലും പിന്നെ അത്തരത്തിൽ പല രീതിയിലുള്ള കോമഡി സന്ദർഭങ്ങളുണ്ട്. ചെറിയ ചെറിയ കോമഡീസ് ആയാലും വലിയ വലിയ കോമഡി സിറ്റുവേഷൻസ് ആയാലും എല്ലാം നല്ല രീതിയിൽ എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി പലർക്കും അതും ക്രിഞ്ചായിട്ട് തോന്നുവാണെങ്കിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് എന്താ പറയുക കോമഡി സിറ്റുവേഷൻസും അതേപോലെ ഇമോഷണൽ സിറ്റുവേഷൻസും ഒക്കെ ഉള്ള ഒരു സിനിമ. അതാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അതിനകത്ത് നല്ലൊരു മെസ്സേജും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനർ എന്ന ടാഗ് അർഹിക്കുന്ന ഒരു സിനിമ. അതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി.